കുടുംബത്തിൽ നമ്മൾ മക്കളെ ശ്രദ്ധിക്കണം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിലും മദ്യത്തിലും ഒന്നും പെട്ടുപോകാതെ അവരെ നമ്മൾ ജാഗ്രതയോടെ സൂക്ഷിക്കണം. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കണം. യഥാർത്ഥമായ വഴികളിലൂടെ, നടക്കേണ്ട വഴികളിലൂടെ അവരെ നടത്തിക്കാൻ മാതാപിതാക്കന്മാർക്ക് കടമയുണ്ട്. നമ്മൾ കുറേ പണവും കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റു കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ഒരു കഥയില്ല. അതൊന്നുമല്ല വലുത്. അതിൻ്റെ അപ്പുറമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അവർ വചനത്തിൽ ജീവിക്കണം. അവർ ദേവാലയത്തിൽ പോകണം. അവർ കുമ്പസാരിക്കണം. അവർ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കണം. അവർ നല്ല കുഞ്ഞുങ്ങളായിട്ട് മാറണം. ഞാനിപ്പോൾ പങ്കുവെച്ചത് ഒരു വല്യപ്പൻ്റെ വേദനയാണ്. മകൻ്റെ 2 മക്കൾ മയക്കുമരുന്നിന് അടിമകളായതോർത്ത് സങ്കടപ്പെടുന്ന ഒരു വല്യപ്പൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവം ഞാൻ ഈ പറഞ്ഞത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. പലപ്പോഴും കൺവെൻഷൻ്റെ അവസരത്തിലും ധ്യാനത്തിലൊക്കെ മാതാപിതാക്കന്മാർ വന്ന് ഇങ്ങനെയുള്ള സങ്കടങ്ങൾ പറയുന്നുണ്ട്. മക്കൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു, മയക്കുമരുന്നിന് അടിമകളായിരിക്കുന്നു, നശിക്കുന്ന കാഴ്ചകൾ. ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണിത്. ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു. ഞാൻ കൈനീട്ടിയിട്ടും ആരും ഗമനിച്ചില്ല. നിങ്ങൾ എൻ്റെ ഉപദേശം അപ്പാടെ അവഗണിക്കുകയും എൻ്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു. എൻ്റെ ഉപദേശങ്ങൾ നീ അവഗണിച്ചു. ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ നമ്മൾ അവഗണിക്കരുത്. ദൈവത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം ഈ വചനത്തിനുണ്ട്. ദൈവം തരുന്ന വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ അവഗണിക്കരുത്. തക്ക സമയത്ത് ദൈവം നമ്മോട് സംസാരിക്കും. അപ്പോൾ നമ്മൾ അതിനെ അവഗണിക്കരുത്. അത് ചെയ്യാൻ പാടില്ല. എൻ്റെ ശാസന നിങ്ങൾ നിരസിക്കരുത്. ദൈവത്തിൻ്റെ ശാസന നിരസിക്കരുത് എന്ന് വചനം പറയുന്നു. അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും. ദൈവത്തെ മറന്ന്, ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ മറന്ന് ജീവിച്ചാൽ അനർത്ഥങ്ങളും തകർച്ചകളുമൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വരാം. ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഇത് പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ ഒരു പ്രതിസന്ധിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജാതിയോ മതമോ ഒന്നും വ്യത്യാസമില്ല. എല്ലാ സമൂഹത്തിൽപ്പെട്ടവരും യുവതിവാക്കന്മാര് ലഹരിക്ക് അടിമകളായിക്കൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ രക്ഷിക്കണം. അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അവർക്ക് പ്രബോധനം കൊടുക്കണം. അവരെ പ്രബുദ്ധരാക്കണം. അവരെ ഇന്ന് പിന്തിരിപ്പിക്കണം. ഇത് ഒരു സമുദായത്തിൻ്റെ മാത്രം അപകടമല്ല. എല്ലാ സമുദായങ്ങളിലും ഈ ഒരു പ്രതിസന്ധി ഇന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുക. അനേകം യുവതിവാക്കന്മാർ നാശത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുക. ഹല്ലേലൂയ. അതിനാൽ ഞാൻ നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും. പരിഭ്രാന്തി നിങ്ങളെ പിടികൂടി കൊടുങ്കാറ്റ് പോലെ പ്രഹരിക്കുമ്പോൾ, അത്യാഹിതം ചുഴലിക്കാറ്റ് പോലെ വന്നെത്തുമ്പോൾ, ദുരിതവും വേദനയും നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഉറപ്പാണ് ദൈവവും നമ്മളോട് ചേർന്ന് നിൽക്കും. ദൈവത്തിൽ നിന്ന് അകന്നു ജീവിച്ചാൽ, ദൈവത്തിൻ്റെ വചനം അവഗണിച്ച് ദൈവത്തിൻ്റെ വഴികൾ വിട്ട് പാപകരമായ കൂട്ടുകെട്ടും വഴികളിൽ നമ്മൾ കടന്നുപോയാൽ തകർച്ചകൾ നമ്മുടെ ഈ ജീവിതത്തിൽ വരും. അവിടെ ദൈവത്തിലേക്ക് മടങ്ങി വരിക, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക, ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിക്കുക. ഹല്ലേലൂയ. അവർ അറിവിനെ വെറുത്ത് ദൈവഭക്തിയെ നിരാകരിച്ചു. ഇവിടെ അറിവെന്ന് പറയുന്നത് ലോകത്തിൻ്റെ അറിവല്ല, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവിനെയാണ്. അതായത് ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ആഴമായ ഒരു അറിവ്, ജ്ഞാനമാണ് നമുക്കുണ്ടാവേണ്ടത്. അവർ അറിവിനെ വെറുത്ത് ദൈവഭക്തിയെ നിരാകരിച്ചു. പലരും ദൈവഭക്തിയുള്ളവരെ പുച്ഛിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ?
അല്ലേ? എന്തൊരു ഭക്തനാണ്, എന്തൊരു ഭക്തയാണ്. നമുക്കറിയാമല്ലോ, പണ്ടേ അല്ലേ പറയാറുണ്ട്, ദൈവഭക്തിയുള്ളവരെ പുച്ഛിക്കുന്ന നിരാകരിക്കുന്ന പലരുമുണ്ട്. നമ്മളൊരിക്കലും അങ്ങനെ ആരെയും പുച്ഛിക്കരുത്, നിരാകരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും എൻ്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു. കണ്ടോ, ദൈവത്തിൻ്റെ ഉപദേശം അവഗണിച്ചു, ദൈവം ശാസിച്ചതൊക്കെ പുച്ഛിച്ചു. അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും. സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും. സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നും. ആ മടുപ്പിനകത്ത് അവർ കുടുങ്ങുകയും ചെയ്യുമെന്ന് വചനം പറയുകയാണ്. എന്നെ വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്കാർ മൃതപ്പെടുന്നു. ഫോഷരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും. എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. എൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ വചനം. എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും. എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനത്തിന് വലിയ ഒരു വില കൊടുക്കണം. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന സന്ദേശങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം തൻ്റെ ആത്മാവിലൂടെ തൻ്റെ ചിന്തകൾ വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. അതേക്കുറിച്ച് വീണ്ടും കൊരിന്തോസ് ലേഖനത്തിൽ ഇപ്രകാരം അപ്പസ്തോലൻ എഴുതി വെച്ചിട്ടുണ്ട്. 1 കൊരിന്തോസിലാണ് ആ വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഇവിടെ പറയുന്നു 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള തിരുവചനങ്ങൾ. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ ദൈവം എല്ലാം വെളിപ്പെടുത്തി തരുന്നത് തൻ്റെ ആത്മാവിലൂടെയാണ്, തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവ് ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ മനസ്സ് കണ്ടെത്തി നമ്മോട് സംസാരിക്കും. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഉണ്ടോ? ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുതന്നെ നമ്മൾ മുമ്പേ കണ്ടു, മിക്ക 4:12 കണ്ടു അല്ലേ? ദൈവം തൻ്റെ ചിന്തകൾ വെളിപ്പെടുത്തി തരുന്നു. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് സുഭാഷിതങ്ങൾ 1:23. സുഭാഷിതങ്ങൾ 1:23. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. സുഭാഷിതങ്ങൾ 1:23. ഞാൻ മുമ്പേ ആ വചനം ഒന്ന് വായിച്ചാണ്, ഒന്നുകൂടെ പറയാം. എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു. അപ്പം ദൈവം തൻ്റെ ചിന്ത നമുക്ക് എപ്പോഴാണ് തരുന്നത്? നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. ദൈവം തൻ്റെ ചിന്തകൾ നമുക്ക് പകർന്ന് നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 2:22 ഇപ്രകാരം ഒരു വചനം പറയും. ദാനിയേൽ 2:22. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ദാനിയേൽ 2:22. അഗാധവും ആജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു. അഗാധവും ആജ്ഞേയമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അഗാധവും ആജ്ഞേയമായ കാര്യങ്ങൾ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നിഗൂഢമായ രഹസ്യങ്ങൾ, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കാൻ പറ്റാത്ത
നിഗൂഢമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനറിയാം. ആത്മാവ് അത് വെളിപ്പെടുത്തി തരികയാണ്. മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടുത്തേക്കറിയാം. അവിടുന്ന് അത് നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. പ്രഭാഷകൻ 42:19. പ്രഭാഷകൻ 42:19. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രഭാഷകൻ 42:19. ഹല്ലേലൂയ. 42:19. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞ കരമേറ്റ് പിടിച്ച എല്ലാവരും. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു, അവിടുന്ന് വെളിപ്പെടുത്തുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. ഹല്ലേലൂയ. ഭൂതവും ഭാവിയും കർത്താവ് പ്രഖ്യാപിക്കുന്നു, കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഭൂതം ഇന്നലകള്, ഭാവി ഫ്യൂച്ചർ, പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം കർത്താവ് വെളിപ്പെടുത്തുന്നു. തുടർന്ന് പറയുകയാണ്, നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. നിഗൂഢ രഹസ്യങ്ങൾ, നിഗൂഢമായ രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് മാത്രമാണ് ദൈവിക വെളിപ്പെടുത്തലുകൾ ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ സംസാരിക്കും. ദർശനങ്ങളും പ്രവചനങ്ങളും വെളിപ്പാടുകളും നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്. യൗസേപ്പ് പിതാവിന് സ്വപ്നത്തിലൂടെ കർത്താവ് ദർശനങ്ങൾ നൽകി. ഇതുപോലെ സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് സന്ദേശങ്ങൾ, ദർശനങ്ങൾ നമുക്ക് നൽകും. ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി നന്നായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. യേശുവിനെ വിളിച്ച് സ്തുതിച്ചേ. യേശുവേ ചങ്കുപൊട്ടി വിളിച്ചേ. യേശുവേ കണ്ണീരോടെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി അടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ കരമുയർത്തി അടിച്ച ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. തൻ്റെ ചിന്തകൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ദൈവം തൻ്റെ ഹൃദയത്തിലുള്ള പദ്ധതികൾ ദൈവത്തിൻ്റെ മക്കൾക്കായിട്ട് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കുമാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വെളിപ്പാടുകളും പ്രവചനങ്ങളും ഒക്കെ ലഭിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനോടാണ് ദൈവം സംസാരിക്കുന്നതും പ്രവചനങ്ങളും വെളിപ്പാടുകളും ഒക്കെ നൽകി അനുഗ്രഹിക്കുന്നത്. സുഭാഷിതങ്ങളിൽ 29:18 പറയുന്നു, പ്രവചനം ഇല്ലാത്തിടത്ത് ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു. പ്രവചനം ഇല്ലാത്തിടത്ത് ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു. പ്രവചനം ഇല്ലാത്തിടത്ത് ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു. പ്രവചനം ആരാ നൽകുന്നത്? പരിശുദ്ധാത്മാവ്. ആ ദൈവം തരുന്ന ചിന്തകളാണ് പ്രവചിക്കുന്ന വ്യക്തിയുടെ നാവിലൂടെ വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നത്. ആ പ്രവചനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ചിന്തകള്, ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന വെളിപ്പെടുത്തലുകൾ നമ്മുടെ നാവിലൂടെ, അധരങ്ങളിലൂടെ പുറപ്പെട്ട് കഴിയുമ്പോൾ അത് പ്രവചനമായിട്ട് മാറുകയാണ്. ഇവിടെ സുഭാഷിതങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടത് എന്താ? പ്രവചനം ഇല്ലാത്തിടത്ത് ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു. പ്രവചനം ഉണ്ടാവണം. പ്രവചനങ്ങളും ദർശനങ്ങളും വെളിപ്പാടുകളുമൊക്കെ ലഭിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്
അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ എങ്ങനെ നയിച്ചു അതേക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 21 അധ്യായം 4 വചനം. ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് ഞങ്ങൾ 7 ദിവസം അവിടെ താമസിച്ചു. പൗലോസും സീലാസും അവരാണ് ജീവിച്ചിരിക്കുന്നത്. പൗലോസ് ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് ഞങ്ങൾ 7 ദിവസം അവിടെ താമസിച്ചു. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി അവർ പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി അവരോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് അവർ പറഞ്ഞു. കാരണം അവരുടെ ഉള്ളിൽ, അതായത് അവിടെയുള്ള ശിഷ്യഗണം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ കൊടുക്കുകയാണ്. ആത്മാവ് ഉള്ളിൽ പ്രേരണ കൊടുത്തു, ചിന്ത കൊടുത്തു, ഇവരോട് ജെറുസലേമിലേക്ക് പോകരുത്. ദൈവത്തിൻ്റെ ചിന്തയാണ്, ദൈവം പറയുക പോകരുത്. പിന്നെ നമ്മൾ 22 അധ്യായത്തിലും 24 വായിക്കുന്നുണ്ട്. പൗലോസിന് അവിടെ ചെല്ലുമ്പോൾ പീഡിപ്പിക്കപ്പെടും എന്നൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. പക്ഷേ അതൊന്നും അവഗണിച്ച് പൗലോസ് പോകുന്നതായിട്ടൊക്കെ നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇവിടെ ഏതാനും ശിഷ്യന്മാർ ദൈവാത്മാവിനെ പ്രേരണ കിട്ടി പറയുക ജെറുസലേമിലേക്ക് പോകുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രേരിതരായി പ്രേരണ കിട്ടി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു, ചിന്ത കൊടുത്തു. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ വായിക്കുന്നു അതേ അധ്യായത്തിൻ്റെ 8, 9 വചനങ്ങൾ. 8, 9, 10 വായിക്കാം. അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് കേസറിയാലെത്തി. പൗലോസും സീലോസും കേസറിയാലെത്തി. 7 പേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗകനുമായ പീലിപ്പോസിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ കൂടെ താമസിച്ചു. സുവിശേഷ പ്രഘോഷകനായ പീലിപ്പോസിൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെന്ന് താമസിച്ചു. കന്യകമാരും പ്രവചനവരം ലഭിച്ചവരുമായ 4 പുത്രിമാർ പീലിപ്പോസിന് ഉണ്ടായിരുന്നു. പീലിപ്പോസിന് 4 പെൺമക്കളുണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് പ്രവചനവരം ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിഗൂഢമായ രഹസ്യങ്ങൾ അവിടെ ഉള്ളിൽ കൊടുക്കും. അവർ വായിലൂടെ പ്രവചിച്ച് സംസാരിക്കും. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ചിന്തകളാണ്, അല്ല പ്രചോദനമാണ് പ്രവചനമായിട്ട് വെളിയിലേക്ക് ആത്മാവ് സംസാരിക്കുകയാണ്. അവിടെ 4 പീലിപ്പോസിന് 4 പെൺമക്കൾക്ക് പ്രവചനപരമുണ്ടായിരുന്നു. അവസാന നാളുകളിൽ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ജോയൽ പ്രവാചകന് കിട്ടിയ ആ പ്രവചന വചനം ആത്മാവിൻ്റെ അഗ്നിസ്നാനം ഏറ്റുവാങ്ങിയ പത്രോസ് സെഖിയോൻ മാളികയിൽ നിന്ന് വിളിച്ചു പറയുക. അപ്പസ്തോല പ്രവർത്തനം 2:17-18 വചനങ്ങൾ. അവസാന നാളുകളിൽ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും. ഞങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനമുണ്ടാകും. ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.